എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് റഡാർ സെൻസർ. റഡാർ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള സെൻസറാണ് PIR സെൻസർ. അതിന് പകരമായി അതിനേക്കാൾ കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു സെൻസറാണ് റഡാർ സെൻസർ. PIR സെൻസറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു വശത്തു നിന്ന് ഒരു ആംഗിൾ മാത്രമേ ചലനം ഡിറ്റക്ട് ചെയ്യൂ. ഇതങ്ങനെയല്ല, ഏതാണ്ട് 360 ഡിഗ്രി കൃത്യമായും വളരെ ഒരു മൈന്യൂട്ട്, വളരെ ചെറിയ ചലനം പോലും പെട്ടെന്ന് പിടിച്ചെടുക്കാൻ കഴിവുള്ള ഒരു സെൻസറാണ് റഡാർ സെൻസർ. ഇത് മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്, എങ്കിലും നമുക്കിതിനെ റഡാർ സെൻസർ എന്ന പേരിൽ തന്നെ പരിചയപ്പെടാം. അതിൻ്റെ ഓരോ കണക്ഷൻ കൊടുക്കുന്ന രീതികളും അതുപയോഗിച്ച് ഒരു സർക്യൂട്ട് ചെയ്ത് നമുക്കതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചും ട്രാൻസ്ഫോമർ ഇല്ലാതെയും രണ്ട് രീതിയിലും ചെയ്യാവുന്ന ഒരു കോമൺ സർക്യൂട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ അതിലേക്ക് എങ്ങനെയാണ് റഡാർ സെൻസർ ഘടിപ്പിക്കുന്നതെന്നും ഒരു ചെറിയ ബൾബ്, DC ബൾബ് കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തന രീതിയും വ്യക്തമായി കാണിച്ചിരുന്നു. ശരി, നമുക്ക് റഡാർ സെൻസർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഈ കാണുന്നതാണ് സെൻസർ. ഇതിൽ മൊത്തത്തിൽ 6 പിന്നുകൾ കാണാം. പക്ഷെ നമുക്കിവിടെ 3 പിന്ന് മാത്രമേ ആവശ്യമുള്ളൂ. നടുക്ക് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഗ്രൗണ്ട്, അത് ഗ്രൗണ്ട് പിന്നാണ്, നെഗറ്റീവ്. ഔട്ട് എന്ന് കാണിക്കുന്നതാണ് ഔട്ട്. എപ്പോഴാണോ സെൻസറിലേക്ക് എന്തെങ്കിലും ഒരു ചലനം ഡിറ്റക്ട് ചെയ്യുന്നത്, എന്തെങ്കിലും മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അതിലൂടെ ഒരു 5 വോൾട്ട് ഔട്ട് തരും. തൊട്ടടുത്ത് VIN മീൻസ് വോൾട്ടേജ് ഇൻപുട്ട്, 5 വോൾട്ട് DC ആണ് ഇതിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ പ്ലസ് ആൻഡ് മൈനസ് 5 വോൾട്ട് കൊടുക്കുന്നു, സെൻറ്റർ പിന്നും ഔട്ട് എടുക്കുന്നു. ഇത്ര മാത്രമേ ഇതിൻ്റെ കണക്ഷൻ ഉള്ളൂ. ഇനി ഇത് വർക്ക് ചെയ്യിക്കാൻ, റിലേയും മറ്റും വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നമ്മളൊരു സർക്യൂട്ട് ചെയ്യുന്നു. ആ സർക്യൂട്ടിലേക്ക് ഇത് ഘടിപ്പിക്കുന്നു. അതിലെങ്ങനെ കണക്ഷൻ കൊടുക്കുന്നു നോക്കാം. സർക്യൂട്ടിലേക്ക് മോഡ്യൂൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. പോസിറ്റീവ്, നെഗറ്റീവ്, ഔട്ട്, ഈ 3 പേരാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന 2 വാട്ട് റെസിസ്റ്ററും 4K7 കപ്പാസിറ്ററും AC നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ കൊടുത്താൽ മതി. ട്രാൻസ്ഫോമർ ആവശ്യമില്ല. ഓക്കെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. മറിച്ച് നിങ്ങൾ 12 വോൾട്ട് DC ആണ് കൊടുക്കുന്നെങ്കിൽ ആ ബ്രിഡ്ജ് റെക്ടിഫയർ, 4 ഡയോഡ് കൊടുത്ത സ്ഥലത്തേക്ക് നേരിട്ട് ബ്രിഡ്ജ് റെക്ടിഫയറിന് 12 വോൾട്ട് DC കൊടുക്കാൻ സാധിക്കും. റിലേയിൽ ഒരു 12 വോൾട്ടിന്റെ ബൾബ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് അത് പ്രകാശിക്കുന്നത് കാണാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഒരു ട്രാൻസിസ്റ്റർ കൊടുത്തിരിക്കുന്നത് റിലേ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി, 12 വോൾട്ട് ചെറിയ റിലേ, ആ റിലേനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ് ട്രാൻസിസ്റ്റർ കൊടുത്തിരിക്കുന്നത്. ഇത്രയും സർക്യൂട്ടുള്ളൂ. വളരെ ചെറിയൊരു ചലനം കാണുമ്പോഴേക്കും തന്നെ ഉടൻ ബൾബ് കത്തുന്നത് കാണാം. അതുപോലെ പ്രകാശിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 10 സെക്കൻഡ് നിൽക്കും. മറിച്ച് എപ്പോഴാണോ അതിൻ്റെ ആ ചലനം അവിടെ നിശ്ചലമാകുന്നത് അതുവരെ ഈ ബൾബ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. പൂർണ്ണമായി യാതൊരു ചലനവും ഇല്ലാത്ത അവസ്ഥയിൽ മാത്രമേ ബൾബ് ഓഫ് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ വളരെ സൂപ്പർ സെൻസിറ്റീവ് ആണെന്ന് പറയുന്നത്. മാത്രമല്ല 360 ഡിഗ്രി ആംഗിൾ കവർ ചെയ്യും എന്നൊരു പ്രത്യേകത കൂടി ഈ പ്രോഡക്റ്റിനുണ്ട്.